ഹലോ, ഞാനിന്ന് എവിടെയെന്നറിയാം, ബാംഗ്ലൂരുള്ള സുൽത്താൻ പാളയ സെൻറ്റ് അൽഫോൺസ ഫീസ്റ്റാണ് കേട്ടോ. അവിടെയാണുള്ളത്. അതിൻ്റെ വിഷ്വലും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ಸುಲ್ತಾನ್ ಪಾಳ್ಯ ಸೆಂಟ್ ಅಲ್ಫೋನ್ಸ ಚರ್ಚ್ ಇದು ಆಯಿತಾ. ಇವತ್ತು ಅದು ಫೀಸ್ಟ್ ಇದೆ, ಅದಕ್ಕೋಸ್ಕರ ಓಕೆ. അൽഫോൺസമ്മയുടെ ഫീസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് മെയിൻ കവാടമാണ് ചർച്ചിൻ്റെ. സലോമി ഡേവിസ്, എൻ്റെ ഫ്രണ്ടാണ് ഷീബ. ജോലി എടുക്കുന്നതാണ്. ഞാൻ റീഗൽ ഹോസ്പിറ്റലിലെ ഇൻചാർജാണ്, ICU ഇൻചാർജ്. ആണ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ചല്ല കേട്ടോ, ഇപ്പം ഞങ്ങൾ വേറെ മാറി കേട്ടോ. ഇതേ ഒരു ഹസ്ബൻഡ് ആട്ടോ. മാതാവും ഞാനും അൽഫോൺസമ്മ ഇവിടെ വീഡിയോ എടുത്താ. ഞാൻ എൻ്റെ ഫ്രണ്ടാട്ടോ. രണ്ടോരാളെ കാണിച്ചു തന്നില്ലായിരുന്നു, ഇത് ഇപ്പോഴത്തെ ഫ്രണ്ട്. ഓക്കെ, ഇതുണ്ടോ ഗീവറീസ് പുണ്യാളൻ, ദെൻ യേശപിതാവ്, സെൻറ്റ് സെബസ്റ്റ്യാനസ്. ഓക്കെ, ഹായ് വേണമാ, ഹായ് ഹലോ ഹായ്. ഒരു മിനിറ്റ്, ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വന്നിട്ടുണ്ട്, കാണിച്ചു തരാവേ. ഇതാണ്, ഇവരെല്ലാവരും എന്നെ വിട്ടുപോയി. ഇപ്പം ഞാൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നോക്കിയാൽ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ചായി. ഇവരെല്ലാം എന്നെ വിട്ടിട്ട് പോയി. ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ, ഞാൻ എലോണ്. ഹായ് ഉർഷനി, അങ്ങോട്ട് നോക്ക്. റീടേക്ക് ആകുന്നുണ്ട് ഇപ്പോൾ. ഇന്നില്ല, നാളെ അത് അച്ഛനൊക്കെ മുന്നേ വന്നു കേട്ടോ. എന്താണെന്നറിയാം, നമ്മുടെ ചർച്ചിന് ചുറ്റും ഒരു 1/2 കിലോമീറ്റർ നമ്മൾ പ്രദക്ഷിണം വെച്ചിട്ട് എല്ലാവരും വരുന്നതാണ്. ഇത് കണ്ടോ, നമ്മുടെ മാതാവും അൽഫോൺസാമ്മയും കൂടെ വരുന്നുണ്ടോ. പക്ഷേ ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് ശരിക്കും നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. നോക്ക്, എല്ലാവരും മീൻസ് വരുന്നുണ്ട്. കുറേ നാളുകൾ ഞങ്ങൾ കാണുന്നതാണ്. എന്ത് ഹാപ്പി എന്നറിയാം, നമുക്ക് എല്ലാവരും കാണും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എല്ലാവരും കാണുന്നത് അല്ലേ. ഇതേ നിൽക്കുന്നത് 2-3 പേരും അവിടെ തന്നെ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഇത് കണ്ടോ, എല്ലാവരും മാതാവിനെ അൽഫോൺസാമ്മയ്ക്ക് വെയിറ്റ് ചെയ്യുവാണേ. കുടയെല്ലാം മുമ്പേ വന്നു കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം ഇനി കുറേ പേരുണ്ട്, എല്ലാം പുറത്തോടെ വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് റാലി കുറച്ച് പേര് മുന്നോട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നോക്കി പോയിക്കൊണ്ടിരിക്കുവാണേ. നമ്മുടെ ബലൂണ് മീൻസ് കുട, ഡിഫറെൻറ്റ് കളേഴ്സ് കുടകൾ. നമുക്കിത് നമ്മുടെ നാട്ടിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ പെരുന്നാൾ കാണുമ്പം തന്നെ എന്ത് സന്തോഷമെന്നറിയോ. നോക്കൂ, എല്ലാവരും മാതാവും അൽഫോൺസാമ്മ വരാനൊക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുവാണേ. ഇത് കണ്ടോ, ചെണ്ടമേളക്കാരും അച്ഛനും. നല്ല രസമാണ് കാണാൻ. എൻ്റെ ദൈവമേ, എന്ത് ഭംഗിയാണെന്നറിയോ. ഇത് കണ്ടോ, ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ, മാതാവ് ഇപ്പോൾ വരും എന്നും പറഞ്ഞ്. സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതെ,
എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ. അവിടെ നിന്ന് എടുക്കണോ ഇവിടെ നിന്ന് എടുക്കണോ ശരിക്കൊന്നും കിട്ടുന്നുമില്ല. ഇതേ അമ്മ വന്നു കേട്ടോ. നോക്ക് മാതാവ് സുന്ദരി, നോക്കിയേ എന്ത് ഭംഗി അലങ്കരിച്ച്, എന്ത് ഭംഗിയെന്നറിയോ കാണാൻ. വന്നുകൊണ്ടിരിക്കുവാണേ ചെണ്ടമേളക്കാരും. ഓ പ്രദർശനം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ നോക്കിയേ പിള്ളേരുടെ ഹാപ്പി മൂമെൻ്റ് ആണ്. നോക്കിയേ അവർക്ക് കിട്ടുന്നൊരു മീൻസ് ഒരു സിറ്റുവേഷൻ അല്ല ഇങ്ങനെയൊക്കെയല്ലേ, ഇല്ലെങ്കിൽ സ്കൂളും കോളേജും ഒക്കെ ആയിട്ട്. നോക്കിയേ ഇതിൻ്റെ ഇടയിൽ ഞാനും കൂടെ ഒന്ന് നൈസായിട്ടൊന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചേ. എന്നിട്ട് പിന്നെ വിചാരിച്ചു ഇത് നമുക്ക് പറ്റിയ പ്രൊഫഷൻ അല്ലെന്ന്. ഓക്കെ, ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുന്നവർ കളിക്കുന്നത് നോക്കി. ഇപ്പോൾ കളിക്കുന്ന ഈ അങ്കിളൊക്കെ ഇല്ലേ, ഇവിടുത്തെയൊക്കെ മെയിൻ ആൾക്കാരെ കേട്ടോ, ഈ ട്രഷറീസ് ഒക്കെയാണ്. ആ അങ്കിളെ ഞാൻ പുഷ് ചെയ്ത് വിട്ട് അങ്കിളെ പോയി കളിക്കൂ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ അല്ലേ നമുക്ക് കിട്ടുള്ളൂ, അവരെ കൊണ്ട് കളിപ്പിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇപ്പോഴാണ് അകത്തേക്ക് പോകുന്നത് കേട്ടോ. ഇത്ര സമയം വെള്ളമായിരുന്നു. ബിരിയാണി കഴിച്ചത്. ഉച്ചയ്ക്ക് ഇവിടെ ലഞ്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ ബിരിയാണി കഴിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കഴിച്ചു. അപ്പോഴെന്നെ ഓർമ്മിച്ച് അവരെ നീ ബിരിയാണി കഴിച്ചില്ല നോക്കിയേ. ഇത് കണ്ടോ, ഞാൻ പനീറാണെന്ന് വിചാരിച്ച് ഒരു 3 സ്പൂൺ പിക്കിൾ അങ്ങ് ആക്കിയേ. പിന്നെ വിചാരിച്ച് പനീറാണെന്ന്. ഓക്കെ, ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതായിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. ഈ ആന കരിമ്പങ്കാട്ട് കയറിയ പോലെ എൻ്റെ അവസ്ഥ എന്നറിയോ. രാത്രി 7 മണിക്ക് തലേദിവസം രാത്രി 7 മണിക്ക് കഴിച്ചത്. പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ. പിന്നെ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. എവിടെ ഉണ്ടോ തിന്നുന്നുണ്ടോ എൻ്റെ കർത്താവ്, എനിക്ക് തന്നെ നാണക്കട. പയ്യെ തിന്ന പനം തിന്നാന്നല്ലേ, ബട്ട് ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി കേട്ടോ. ടൈം ഏകദേശം 2:30 ആയി. തലേദിവസം 7 o'clock കഴിച്ചാൽ ഞാൻ ഫുഡ്. ഓക്കെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഫെസ്റ്റിവലെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണേ. അങ്ങനെ അൽഫോൻസാമ്മയുടെ ഫീസ്റ്റ് എല്ലാം കഴിഞ്ഞ് ബൈ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ബൈ. മടുത്തു.